വെൽക്കം ടു സീമ ലാൻഡ് സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറയുന്നത് റിനൈസൻസിനെ കുറിച്ചാണ്. സോ ദ ടേം റിനൈസൻസ് കംസ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് വിച്ച് മീൻസ് റീബർത്ത് ഓർ റിവൈവൽ, ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു the cultural and artistic movement that emerged in Europe between 14th and 17th centuries. റിനൈസൻസ് എന്ന് പറയുന്നത് 14th സെഞ്ച്വറിയുടെയും 17th സെഞ്ച്വറിയുടെയും മധ്യത്തിൽ യൂറോപ്പിലുണ്ടായ ഒരു ആർട്ടിസ്റ്റിക് ആൻഡ് ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ റിനൈസൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കറിയാം റിനൈസൻസിനെ അറിയപ്പെടുന്നത് റീബേർത്ത് എന്നാണ്. അപ്പോൾ റീബേർത്ത് എന്ന് പറയാനൊരു റീസൺ ഉണ്ടായിരിക്കും. അപ്പോൾ റിനൈസൻസിൻ്റെ മുന്നേയുള്ള ഒരു സോഷ്യൽ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് റിനൈസൻസ് കാലഘട്ടത്തെ അല്ലെങ്കിൽ 14th സെഞ്ച്വറി ടു 17th സെഞ്ച്വറി ഒരു റീബേർത്ത് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതിനുള്ള റീസൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ബിഫോർ ദ റിനൈസൻസ് യൂറോപ്പ് വാസ് ഇൻ എ പീരീഡ് നോൺ ആസ് ദ മിഡിൽ ഏജസ്. അതായത് ഒരു 5th സെഞ്ച്വറി മുതൽ 14th സെഞ്ച്വറി വരെയുള്ള ആ ഒരു ടൈം. അപ്പോൾ 5th സെഞ്ച്വറി മുതൽ 14th സെഞ്ച്വറി വരെ മിഡിൽ ഏജസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിട്ടുണ്ടാവുക, അതായിരിക്കാം തീർച്ചയായിട്ടും 14th to 17th സെഞ്ച്വറി വരെയുള്ള റിനൈസൻസ് കാലഘട്ടത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ റീബേർത്ത് എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ 5th to 14th സെഞ്ച്വറി വരെ നടന്നിട്ടുള്ള മിഡിൽ ഏജസിലെ കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ദ പീരീഡ് വാസ് മാർക്ക്ഡ് ബൈ എ ഡിക്ലൈൻ ഇൻ ലേണിംഗ്, ആർട്ട് ആൻഡ് കൾച്ചർ ആഫ്റ്റർ ദ ഫാൾ ഓഫ് റോമൻ എംപയർ. റോമൻ എംപയറിന് ശേഷം ഇപ്പോൾ ആർട്ടാണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും കൾച്ചർ ആണെങ്കിലും ഇതിനെല്ലാം ഒരു തകർച്ച ഫീൽ ചെയ്തിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാലഘട്ടത്തെ ആ ഒരു സമയത്തെ ഡാർക്ക് ഏജ് എന്ന് പറയാം. സോ പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ സൊസൈറ്റി വാസ് ഓർഗനൈസ്ഡ് അറൗണ്ട് എ ഫ്യൂഡൽ സിസ്റ്റം. നമ്മൾ മുന്നേയുള്ള ക്ലാസ്സിൽ പറഞ്ഞൊരു ഫ്യൂഡൽ വ്യവസ്ഥിതിയാണ് അവിടെ നിലനിന്നിരുന്നത്. മിഡിൽ ഏജിൽ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതി നിലനിന്നിരുന്നു. ഫ്യൂഡലിസം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയിലാണ് ആ സൊസൈറ്റി പോയിരുന്നത്. ദെൻ ചേർച്ച് ഡോമിനൻസ് ആണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ചേർച്ച് ഡോമിനൻസ് മീൻസ് ദ കാത്തോലിക് ചേർച്ച് ഹെൽഡ് എ സിഗ്നിഫിക്കൻറ്റ് പവർ. അപ്പോൾ ഇവിടെ കാത്തോലിക് ചേർച്ചിനായിരുന്നു അവിടെ അധികാരം ഉണ്ടായിരുന്നത്. അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങളാണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഡെയിലി ലൈഫ് ആണെങ്കിലും അതിൻ്റെയൊക്കെ മുകളിലൊരു ഡോമിനേഷൻ ഉണ്ടായിരുന്നത് കാത്തോലിക് ചേർച്ചിനായിരുന്നു. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, ഇതിനകത്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. സോ എഡ്യൂക്കേഷനെ കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ വാസ് മോസ്റ്റ്ലി ലിമിറ്റഡ് ടു ക്ലേർജി ആൻഡ് ദ വെൽത്തി. അതായത് കുറച്ചുകൂടി ക്ലേർജി ആൻഡ് വെൽത്തി പീപ്പിൾസിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പ്രാധാന്യം എഡ്യൂക്കേഷനിലുണ്ടായിരുന്നു. അതുപോലെ ആർട്ട് വാസ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ റിലീജിയസ് തീംസ്. ഇപ്പോൾ ലിറ്ററേച്ചറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള തീംസൊക്കെ കൂടുതലായിട്ടും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അല്ലാതെ ഹ്യൂമൻ ഇമോഷൻസിനെയോ ഹ്യൂമൻ കണ്ടീഷൻസിനെയോ ഒന്നും കാണിക്കുന്ന രീതിയിലുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലായിട്ടും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് സ്റ്റോറീസൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് പ്രോഗ്രസ് ഒന്നും കൂടുതലായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ എക്കണോമിക്കലി ഒരു ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ടോട്ടലി ആർട്ടാണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും സയൻസ്, എക്കണോമിക്, അതുപോലെ തന്നെ അങ്ങനെ ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാലും കൂടുതലായിട്ടും 5th സെഞ്ച്വറി മുതൽ ഈ 14th സെഞ്ച്വറി വരെ കാര്യമായ ഒരു പുരോഗതിയൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് വളർന്നു വരാൻ ആവശ്യമായ ഒന്നും പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടമാണ് ഈ മിഡിൽ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ഒരു കാലഘട്ടം എങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം തീർച്ചയായിട്ടും വേണം അല്ലേ. ആ മാറ്റമാണ് 14th സെഞ്ച്വറി മുതൽ 17th സെഞ്ച്വറി വരെ നമ്മൾ കണ്ടത്. അങ്ങനെ ഒരു പുരോഗതി ഉണ്ടായ ഒരു സമയമാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റിനൈസൻസിനെ റീബർത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ഇപ്പോൾ റിനൈസൻസ് കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രോഗ്രസ്സാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഷോർട്ട് ഫോം ആദ്യം പറയാം. ഫസ്റ്റ് വൺ, റിവൈവൽ ഓഫ് ക്ലാസിക്കൽ ലേണിംഗ് ആൻഡ് കൾച്ചർ. Then emergence of humanism and individualism, then artistic innovations and scientific discoveries, and finally literary developments. ഈ ഓരോ കാര്യത്തിലും എന്തെല്ലാം ചേഞ്ചസ് ആണ്, എന്തെല്ലാം പ്രോഗ്രസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഹൗ റിനൈസൻസ് ബ്രോട്ട് മോഡേണിറ്റി ടു യൂറോപ്പ്. ഇപ്പോൾ മുന്നേയുള്ള കാലഘട്ടത്തിൻ്റെ ആ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഒരു മോഡേൺ കോൺസെപ്റ്റിലേക്കാണ് യൂറോപ്പ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ മാറ്റത്തിനുള്ള ആദ്യത്തെ ഒരു പ്രൂഫാണ് റിവൈവൽ ഓഫ് ക്ലാസിക്കൽ ലേണിംഗ്. അതായത് കൂടുതലായിട്ടും ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് റോമൻ ടെക്സ്റ്റുകളോട് താല്പര്യം കാണിച്ചു, വിച്ച് ലീഡിങ് എ ഫോക്കസ് ഓൺ ഹ്യൂമാനിസം
ഇൻഡിവിജ്വലിസം ആൻഡ് ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി. കൂടുതലായിട്ടും ആ ഒരു താല്പര്യം, അതായത് ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് റോമൻ ടെക്സ്റ്റുകൾ, അതിനോടുള്ള താല്പര്യം അവരെ പിന്നീട് ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും, ഇൻഡിവിജ്വലിസം അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി, അങ്ങനെ കുറച്ച് കൂടുതലായിട്ടും അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന രീതി ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ മോഡേൺ കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് റിനൈസൻസ് എത്തിയത് എന്നുള്ളതിൻ്റെ സെക്കൻഡ് പോയിൻ്റാണ് പറയുന്നത് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഗലീലിയോയുടെ കോൺട്രിബ്യൂഷൻ ടു ആസ്ട്രോണമി, അതുപോലെ കോപ്പർനിക്കസിൻ്റെ വർക്കുകൾ, അങ്ങനെയുള്ളൊരു മോഡേൺ സയൻറ്റിഫിക് എൻക്വയറി, ഒരു സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് അവർക്ക് വരികയും അതിനകത്ത് ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് കൂടി വരാൻ തുടങ്ങി. സോ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇന്നോവേഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡാവിഞ്ചിയുടെയും മൈക്കൽ ഏഞ്ചലോയുടെയൊക്കെ പുതിയ പുതിയ പേഴ്സ്പെക്റ്റീവ്സുകളും അവരുടെ മോഡേൺ ആർട്ടിനുള്ള അവരുടെ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ആർട്ടിസ്റ്റിക് ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക്കലി എങ്ങനെയാണ് ഒരു പ്രോഗ്രസ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പിന്നെ പ്രിൻറ്റിംഗ് പ്രസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പ്രിൻറ്റിംഗ് പ്രസ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്. പക്ഷേ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുന്നത് ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ്. യൂറോപ്പിൽ പ്രിൻറ്റിംഗ് പ്രസ് വന്നതോട് കൂടിയിട്ട് വിച്ച് ഫെസിലിറ്റേറ്റഡ് ദ സ്പ്രെഡ് ഓഫ് ഐഡിയാസ് ആൻഡ് നോളജ് ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു എ മോർ ഇൻഫോംഡ് ആൻഡ് എഡ്യൂക്കേഷണൽ പോപ്പുലേഷൻ. അതായത് വായിക്കാനുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടായി. അതായത് മുന്നേ ഇപ്പോൾ ബൈബിളാണെങ്കിലും ബാക്കി എന്താണെങ്കിലും വായിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ് വന്നതോട് കൂടിയിട്ട് ഭാഷാപരമായും അതുപോലെ പഠന രീതിയിലാണെങ്കിലും അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ അവസരങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അപ്പോൾ പിന്നെ ഹ്യൂമാനിസം ഇൻഡിവിജ്വലിസം ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മോഡേൺ കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് റിനൈസൻസ് എത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സമയത്ത് ക്ലാസിക്കലായ കാര്യങ്ങളോട്, ക്ലാസിക്കൽ ടെക്സ്റ്റിനോടും ക്ലാസിക്കലായ കാര്യങ്ങൾ അറിയാനുള്ള ഒരു വ്യഗ്രത കൂടുതലായിട്ട് വരികയും സയൻറ്റിഫിക് ഇന്നോവേഷൻസ് വന്നു. അതേപോലെ ആർട്ടിസ്റ്റിക് ഇന്നോവേഷൻസ് ഉണ്ടായി, പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരികയും അത് ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മോഡേൺ കോൺസെപ്റ്റിലേക്ക് റിനൈസൻസിലെ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ എത്തിപ്പെടാൻ തുടങ്ങി. ഇനി റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് 5th സെഞ്ച്വറി മുതൽ 14th സെഞ്ച്വറി വരെ മിഡിൽ ഏജസിൽ കാത്തലിക് ചേർച്ചിൻ്റെ ഡോമിനേഷനാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. സോ അവർ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ചർച്ച് ഡോക്ട്രിൻസ് എല്ലാം ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളത്. അതുപോലെ അവരുടെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പ്രൈമറി കൺസേൺ വാസ് സാൽവേഷൻ ആൻഡ് പ്രിപ്പയറിങ് ഫോർ ദി ആഫ്റ്റർ ലൈഫ്. അതായത് ഇവിടുത്തെ ജീവിതത്തിനേക്കാൾ കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആഫ്റ്റർ ലൈഫിനാണ് എന്നുള്ള അവരുടെ ഒരു മെയിൻ ഫോക്കസ്. അപ്പോൾ അതെല്ലാം ജനങ്ങളിൽ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യേണ്ടതാണെന്ന് അവർ നിർബന്ധിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ റിനൈസൻസ് കാലഘട്ടങ്ങളിൽ വന്ന മാറ്റമാണ്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് മാറ്റമാണ് റിനൈസൻസിൽ വന്നിട്ടുള്ളത് എന്ന് വരുന്നത്. ഇനി ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ള മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞു ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് റൈറ്റേഴ്സിന് കൂടുതൽ ക്ലാസിക്കലായിട്ടുള്ള ഗ്രീക്ക് ആൻഡ് റോമൻ വർക്ക്സിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നെക്സ്റ്റ് ഒരു പോയിൻ്റാണ് ഹ്യൂമാനിസം. അതായത് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ്സിന്, ഹ്യൂമൻ ഇമോഷൻസിന് പ്രാധാന്യം ലിറ്ററേച്ചറിൽ വന്നു തുടങ്ങി. അതുപോലെ സയൻറ്റിഫിക് ആയിട്ടുള്ള ന്യൂ ഡിസ്കവറീസ്, ആർട്ടിസ്റ്റുകളുടെ പുതിയ ടെക്നിക്സുകൾ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ ക്വസ്റ്റ്യനിങ് എസ്റ്റാബ്ലിഷ്ഡ് അതോറിറ്റി ആൻഡ് സ്പാർക്കിംഗ് ഡിബേറ്റ്സ് ഓൺ പൊളിറ്റിക്സ്, ഫിലോസഫി ആൻഡ് തിയോളജി. കാരണം കുറേ കാലങ്ങളായിട്ട് അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച വിശ്വാസങ്ങളെ, അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും, അതിനൊക്കെ എതിരെ ചോദ്യം ചെയ്യാനും കുറേ ഡിബേറ്റുകൾ സംഘടിപ്പിക്കാനുമൊക്കെ അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ന്യൂ ടൈപ്സ് ഓഫ് ലിറ്ററേച്ചേഴ്സ്, ഇപ്പോൾ സോണറ്റ് ആണെങ്കിലും ഡ്രാമ, ഷേക്സ്പിയറിൻ്റെ ഡ്രാമകൾ പെട്രാക്കിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് സോണറ്റ് ഇൻവെൻറ്റ് ചെയ്തത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാസ്റ്ററൽ റൊമാൻസ് പോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിറ്ററേച്ചറിൽ തന്നെ കുറേ മാറ്റങ്ങളുണ്ടായി എന്നുള്ളതും നമുക്ക് എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. ഇനി റിനൈസൻസ് കാലഘട്ടത്തിലെ സയൻറ്റിഫിക് ഡിസ്കവറീസിനെ കുറിച്ച് പറയുമ്പോൾ, the Renaissance saw a major scientific development that transformed understanding of the world. For example, കോപ്പർനിക്കസിൻ്റെ തിയറീസ്, അതുപോലെ ഗലീലിയോയുടെ ഒബ്സർവേഷൻസ്, ഡാവിഞ്ചിയുടെ സ്റ്റഡീസ് ആൻഡ് ഹിസ് ഒബ്സർവേഷൻസ് ഓൺ അനാട്ടമി, എഞ്ചിനീയറിംഗ് ആൻഡ് നേച്ചർ. അങ്ങനെയുള്ള ഒരുപാട് ഹ്യൂമൻ അനാട്ടമിയെ കുറിച്ചിട്ടുള്ള പുതിയ പഠനങ്ങൾ, അതെല്ലാം റിനൈസൻസ് കാലഘട്ടത്തിൻ്റെ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സിന് എക്സാമ്പിളായിട്ട് നമുക്കറിയാം. ദെൻ ഇനി ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ് ആണെങ്കിൽ ഡിസ്കവറീസ് ഓഫ് അമേരിക്ക,
അതുപോലെ ന്യൂ ട്രേഡ് റൂട്ട്സുകൾ, അതെല്ലാം റിനൈസൻസിൽ ഒരു ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസിന് എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടലി മിഡിൽ ഏജസിനെ കുറിച്ച് നമ്മൾ എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ നിന്ന് ഒരു പുതിയ ഒരു റീബേർത്ത് എന്ന് തന്നെ റിനൈസൻസിനെ നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഹ്യൂമാനിസം. റിനൈസൻസ് കാലഘട്ടത്തിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഹ്യൂമാനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഹ്യൂമാനിസം ഡ്യൂറിങ് ദ റിനൈസൻസ് ഫോക്കസ്ഡ് ഓൺ സ്റ്റഡിയിങ് ഹ്യൂമൻ നേച്ചർ, ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് ദെയർ അച്ചീവ്മെൻറ്റ്സ്. അതായത് ഒരു ഷിഫ്റ്റിംഗ് അറ്റൻഷൻ ഫ്രം ഡിവൈൻ മാറ്റേഴ്സ് ടു ഹ്യൂമൻ സെൻട്രിക് കൺസേൺസ്. അതിന് മുന്നേ വരെ ഹ്യൂമൻസിനെ കൺസിഡർ ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറി ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചും അവരുടെ പൊട്ടൻഷ്യലിനെ കുറിച്ചും അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു ടെൻഡൻസി വന്നത് റിനൈസൻസ് കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസിക്കലായിട്ടുള്ള ഒരുപാട് ടെക്സ്റ്റുകൾ, അതായത് ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചറും അവരുടെ പൊട്ടൻഷ്യലിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള കൂടുതൽ ക്ലാസിക്കൽ ടെക്സ്റ്റുകളൊക്കെ പഠിക്കാനും, അതേപോലെ തന്നെ ഹ്യൂമൻ ഒരുപാട് അവരുടെ എത്തിക്സ് ആണെങ്കിലും അവരുടെ മൊറാലിറ്റി ആണെങ്കിലും അവരുടെ റിലേഷൻഷിപ്സ്, അതെല്ലാം കുറച്ച് കൂടുതലായിട്ട് ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വഴിമാറി ചിന്തിക്കാൻ തുടങ്ങിയതും റിനൈസൻസ് കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു മാറ്റം, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ദിസ് ഫോക്കസ് ലെഡ് ടു അഡ്വാൻസ്മെൻറ്റ് ഇൻ ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് ഫിലോസഫി ആൻഡ് ഹൈലൈറ്റിംഗ് ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആൻഡ് പൊട്ടൻഷ്യൽ. സ്വാഭാവികമായിട്ടും ഹ്യൂമൻ സെൻട്രിക് ആയി കാര്യങ്ങൾ പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആർട്ടിലാണെങ്കിലും ലിറ്ററേച്ചറിലാണെങ്കിലും ഫിലോസഫിയിലാണെങ്കിലും ഒക്കെ കൂടുതൽ പ്രാധാന്യം വന്നു തുടങ്ങി. ഒരു ഒതുങ്ങിക്കൂടി നിന്നിരുന്ന ആ ഒരു ചിന്താഗതി മാറിയിട്ട് ഹ്യൂമൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, അതിപ്പോൾ ലിറ്ററേച്ചർ എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അതിന് മുന്നേ വരെ നമുക്ക് കൂടുതലായിട്ടും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലിറ്ററേച്ചറിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ലിറ്ററേച്ചറിൽ ഹ്യൂമൻ ഇമോഷൻസിനെയും അതുപോലെ ഹ്യൂമൻ അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ തീംസുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് റിനൈസൻസ് കാലഘട്ടത്തിൻ്റെ ഹ്യൂമാനിസം എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിനൈസൻസിനെ കുറിച്ചാണ്. സോ 14th സെഞ്ച്വറി ടു 17th സെഞ്ച്വറി വരെയുള്ള ആ ഒരു പീരീഡാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം 5th സെഞ്ച്വറി ടു 14th സെഞ്ച്വറി വരെയുള്ള മിഡിൽ ഏജസിനെ കുറിച്ച് പറഞ്ഞു. മിഡിൽ ഏജസിൽ ഫോളോ ചെയ്തിരുന്ന കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡാർക്ക് ഏജിൽ നിന്ന് വന്ന മാറ്റമാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റിനൈസൻസിനെ നമ്മൾ റീബേർത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാനുണ്ടായിട്ടുള്ള എക്സാമ്പിൾസ് ആർട്ടിലും ലിറ്ററേച്ചറിലും ജോഗ്രഫിക്കലായിട്ടുള്ള എക്സ്പ്ലോറേഷൻസിലും അതുപോലെ സയൻറ്റിഫിക് ഇൻവെൻഷൻസിലും അങ്ങനെ എല്ലാ ഫീൽഡിലും വന്ന മാറ്റങ്ങൾ നമ്മൾ എക്സാമ്പിളാക്കി എടുത്ത് പറയുമ്പോഴാണ് ഈ റീബേർത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആവുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ എടുത്ത് പറയുന്ന മറ്റൊരു പോയിൻ്റാണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. അത് തൊട്ട് മുന്നേ കൂടുതലായിട്ടും മാനസികപരമായ കാര്യങ്ങൾക്ക് പരിഗണന കൊടുക്കാതിരുന്ന ഒരു സമയത്തിൽ നിന്ന് വ്യത്യാസമായി ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ വന്ന മാറ്റം കൂടി നമ്മൾ അതിനടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 ടോപ്പിക്കാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളിനി പറയുന്നത് റിഫോർമേഷനെ കുറിച്ചും അതുപോലെ പ്രിൻറ്റിംഗ് പ്രസ് നമ്മളതിൽ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് പിന്നീട് എന്താണ് ഇംഗ്ലണ്ടിൽ വന്ന മാറ്റം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുള്ള ഓരോ പോയിൻറ്റ്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാത്ത ഏരിയകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.